الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين ബഹുമാന്യ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് നാം പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങാടിയിലോ ജോലിസ്ഥലത്തോ എവിടെയാണെങ്കിലും അവന് തഖ്വ ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ തഖ്വയോടെ കഴിയണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നമ്മെ എല്ലാം അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ പോകുന്നവരാണ്. വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെയും അനുഭവങ്ങളെയും അഭിമുഖീകരിക്കേണ്ടവരാണ്. ഈ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷമുള്ളതാകും, ചിലതൊക്കെ നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതാകും. ആരോഗ്യം, സാമ്പത്തിക ഗുണം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണെങ്കിൽ ഒരു രോഗം വന്നാൽ, സാമ്പത്തികമായൊരു ടൈറ്റ് വന്നാൽ, കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചിലപ്പോൾ നമ്മൾ ദുഃഖിച്ചു എന്ന് വരാം, മാനസികമായി വിഷമിച്ചു എന്ന് വരാം. ഇത് സ്വാഭാവികമാണ്. പക്ഷേ വിശ്വാസികൾ എന്ന നിലക്ക് ഈ രണ്ട് സന്ദർഭത്തിലും ഒരു ബാലൻസിങ് നമ്മുടെ ഭാഗത്തുണ്ടാകും. സന്തോഷം ഉണ്ടാകുമ്പോൾ ഇതെനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്, എൻ്റെ യോഗ്യത കൊണ്ട് തന്നെയാണ്, അങ്ങനെ ഞാൻ തന്നെ അതിനൊക്കെ മതി എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടാകരുത്. വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ, ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ ആകെ നിരാശയോടെ പിന്നാക്കം പോയി പോകുന്ന അവസ്ഥയും ഉണ്ടാകരുത്. രണ്ട് സമയത്തും ഒരു ബാലൻസിങ്, വിശ്വാസത്തിലൂന്നിയ, തഖ്വയിലൂന്നിയ ഒരു ബാലൻസിങ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തരം മനുഷ്യരെ കുറിച്ച് പറയുന്നത്. ഒന്ന് ആദ്യം കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ,
മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ ഒരു ഹെർഫ് എന്ന് പറഞ്ഞാൽ ഒരു വക്ക്, ഒരു തെല്ലത്ത് നിന്നിട്ട് അള്ളാഹനെ ആരാധിക്കും. ഒരു വക്കത്ത്. എന്തെങ്കിലും പ്രശ്നം വന്ന് ആകെ കഥ കഴിഞ്ഞു. ഇങ്ങനെ ഒരു വക്കത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചിലരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അവരുടെ സ്വഭാവം, അവർക്ക് ഖൈറുണ്ടായാൽ, ആരോഗ്യമുണ്ട്, കുഴപ്പമില്ല, സാമ്പത്തികമായിട്ട് വല്ല പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്, കുടുംബത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല, അങ്ങനെ തുടങ്ങി ഖൈറാണ്, സുഖമാണ്, നന്മയാണ് ഉള്ളത്. ആ സമയത്ത് അയാൾ ഇത്മഅന്ന ബിഹി, നല്ല സമാധാനത്തോടെ, വളരെ കാമായി, വളരെ ക്വയറ്റായി, നല്ല നിലയ്ക്ക് ഒരു ശാന്തമായ ജീവിതമായിരിക്കും അയാൾക്കുണ്ടാകുക. എന്നാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ, അതുവരെ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു, ഒരു പിടുത്ത അള്ളാഹ് പിടിച്ചു. അതുവരെ ആരോഗ്യം ഹോസ്പിറ്റലിൽ ഒന്ന് കിടക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം പോലും ഒന്ന് ഹോസ്പിറ്റലിൽ, ഇത്ര വയസ്സായിട്ട്, അവനവന്റെ വയസ്സവനെ നോക്കുക, അത്രയും വയസ്സായിട്ട് ഒരു ദിവസം പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കയറി ഒന്ന് ഡ്രിപ്പിട പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വളരെ ശാന്തമായ നല്ല രൂപത്തിൽ പോവുകയായിരുന്നു. പക്ഷേ ഒരു പിടുത്തം വന്നു. ഒരു ആക്സിഡന്റ് ആകാം, അല്ലെ മറ്റെന്തെങ്കിലും ശാരീരികമായ പ്രയാസമാകാം. അതുണ്ടായി, ശാരീരികമായിട്ട് ഒരു പ്രയാസം അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം ഉണ്ടായി. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? ഈ മനുഷ്യൻ ആകെ ആകെ ഇയാള് അയാളുടെ ജീവിതമെല്ലാം താളം തെറ്റി പോവുകയാണ്. ആ മനുഷ്യൻ ആകെപ്പാടെ മുഖം കുത്തി മറിയൻ എന്ന് പറഞ്ഞാല് അവൻ ആകെ എല്ലാം ഡിസോർഡറായി. ആ മനുഷ്യനെ പറ്റി അല്ലാഹ് പറയാണ്, അവൻ ഇഹലോകവും നഷ്ടപ്പെടുത്തി, വൽ ആഖിറത, പരലോകവും നഷ്ടപ്പെടുത്തി. രണ്ടും അവന് നഷ്ടമാണ്. സത്യത്തിൽ രണ്ടും നഷ്ടപ്പെടലോ അല്ലാഹ് പറയുന്നു, അതാണ് ശരിക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊരു മനുഷ്യന്റെ രീതിയാണ്. അതായത് കുഴപ്പമൊന്നുമില്ലാതെ പോകുമ്പോ അള്ളാഹിനെ ഓർക്കും, നല്ലതൊക്കെ ജീവിക്കും, ഒരു പ്രശ്നമില്ല, നിസ്കാരമുണ്ട്, ദീനിയായി ജീവിക്കുന്നുണ്ട്. എന്താ കാരണം? ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് പ്രശ്നമില്ല, സാമ്പത്തികമായി പ്രശ്നമില്ല, ഒന്നുമില്ല. അപ്പൊ നിസ്കാരമൊക്കെ കൃത്യമാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു പരീക്ഷ അങ്ങ് വന്നപ്പോ, ഒരു ഫിത്ന അങ്ങ് വന്നപ്പോ, ഒരു ജീവിതത്തിൽ അയാളെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം അയാൾക്ക് വന്നപ്പോൾ ഇയാളാകെ തല കുത്തി മറിഞ്ഞു, ആകെ ഡിസോർഡറായി. ഇത് ഇങ്ങനെ ആവാൻ പാടില്ല. വിശ്വാസത്തിന്റെ ബലത്താൽ പിടിച്ചു നിൽക്കണം എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരു തരം ആളുകൾ സൂറത്ത് സുമറിലെ 8-ാമത്തെ ആയത്ത് അല്ലാഹ് പറയാണ്, വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി. ചില മനുഷ്യന്മാരുണ്ട്, അല്ലാഹ് വേറെ ചില മനുഷ്യന്മാരെ പറയാണ്, മനുഷ്യന്റെ പൊതുവായ സ്വഭാവം, അയാൾക്ക് ഇദാ മസ്സൽ ഇൻസാന ദുർറ്, ഒരു പ്രയാസം ഉണ്ടായാൽ, നേരത്തെ പറഞ്ഞെന്തായിരുന്നു, ഈ മനുഷ്യ സുഖജീവിതമായപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ലവർക്ക് ജീവിച്ചാലാണ്. പക്ഷെ ഒരു പിടുത്തം വന്നപ്പോൾ ആകെ ബേക്കോട്ട് പോയാലാണ്. എന്നാൽ ഇവിടെ പറയുന്നത് മറ്റൊരു ടൈപ്പ് മനുഷ്യനെ സംബന്ധിച്ചാണ്. എന്താ ചെയ്യുന്നത്? ആ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ പ്രയാസം ഉണ്ടാവുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചങ്ങ് മടങ്ങി പറയും. അതുവരെ നല്ല ആരോഗ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ആ ഒരു ഘട്ടമായപ്പോൾ എന്താകുന്നറിയാതെ ഇങ്ങനെ കിടക്കേണ്ടി വന്ന ആ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന മനുഷ്യൻ. ഇനി അത് കഴിഞ്ഞ് അല്ലാഹു തആല അവൻ നന്മ നൽകിയാൽ, ഒരു റഹ്മത്ത്, ഒരു അനുഗ്രഹം, നിഅമത്ത് നൽകിയാൽ, നസിയ മാ കാന യദഉ ഇലൈഹി മിൻ ഖബ്ൽ, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ മറന്നുപോയി. ഞാൻ അത്ര വലിയൊരു ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു എന്നൊക്കെ മറന്നുപോയി. ഇത്രയും അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങി പറഞ്ഞ ആളാണ് എന്നൊക്കെ മറന്നുപോയി. എന്നിട്ട് ശേഷം വജഅലല്ലാഹി അൻദാദ, അയാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. അങ്ങനെ തുടങ്ങി അയാളുടെ നന്ദി കേടും തിന്മകളും അങ്ങനെ പറയണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് മനുഷ്യരെ സംബന്ധിച്ചാണ് അള്ളാഹു തആല പറയുന്നത്. ഒന്ന്, നല്ല സുഖജീവിതമാണെങ്കിൽ അള്ളാഹിനെ ഓർത്തുകൊണ്ട് നല്ല ജീവിക്കുന്ന ആൾ. പ്രയാസം വന്നാൽ പിന്നാക്കം പോകുന്ന ആൾ ഉണ്ടാകാൻ പാടില്ല. 2 സമയത്തും ബാലൻസ് ചെയ്യണം.
രണ്ടാം പറഞ്ഞ ആയത്ത് സൂറത്ത് സുമറിൽ പറഞ്ഞ ആയത്ത് എങ്ങനെയാണ്? അത് പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കും. ദുആ ചെയ്ത് ആത്മാർത്ഥമായി ഇഖ്ലാസോട്, വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത ഇഖ്ലാസോടെ അള്ളാഹു ദുആ ചെയ്യും. ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ഒരു സാമ്പത്തിക ടൈറ്റ് ഉണ്ടായപ്പോ, അല്ലെങ്കിൽ രോഗം ഉണ്ടായപ്പോ, അല്ലെങ്കിൽ കുട്ടിക്ക് രോഗം ഉണ്ടായപ്പോ, അല്ലെങ്കിൽ കുടുംബത്തിലാർക്ക് രോഗം ഉണ്ടായപ്പോ, അതത് മാറി പിന്നെ അൽഹംദുലില്ലാ പോലും പറയാൻ ഈ മനുഷ്യൻ ഓർമ്മ വരുന്നില്ല. എന്ന് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കുകളായ ചില ആളുകളുടെ സ്വഭാവം കൂടിയാണ് അള്ളാഹു കൂടുതൽ പറയുന്നത്. അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചേരും. ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, അള്ളാഹു തരുന്ന സുഖകരമായ അനുഭവങ്ങൾ ആണ് ലഭിക്കുന്നതെങ്കിൽ അതന്നെ ആയിരിക്കുമല്ലോ നമുക്കൊക്കെ മിക്കവാറും എത്ര ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ഏറ്റവും കൂടുതലായെന്നല്ലേ ഉണ്ടാവുക. നമ്മൾ എന്ത് പ്രശ്നം പ്രായരൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറെ കുറെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ബഹുമാന്യ വിശ്വാസികളെ. അപ്പൊ അത്തരം സുഖജീവിതം ലഭിക്കുമ്പോ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയാം, അല്ലാഹുക്ക് ശുക്ർ ചെയ്യാം. ഇനി ജീവിതത്തിൽ പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നോ എങ്കിൽ സബ്ർ, ക്ഷമിക്കുക, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അവന്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കി സബ്ർ, ഭംഗിയായ സബ്റുൻ ജമീൽ, അത് അവലംബിക്കാൻ നാം തയ്യാറാവുക. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അതോടൊപ്പം ആ പ്രയാസം നീങ്ങാൻ വേണ്ട ദുന്യവിയായ കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക, അള്ളാഹിനോട് ദുആ ചെയ്യുകയും ചെയ്യുക, അതുപോലെ സബ്ർ അവലംബിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ സുഖജീവിതം ഉണ്ടാകുമ്പോ, സൗകര്യം ഉണ്ടാകുമ്പോ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരികളെ അള്ളാഹ് ശിക്ഷിക്കുന്ന രീതി പറയുന്നുണ്ട് സൂറത്ത് ഖാഫിറിലെ 76-ാമത്തെ ആയത്ത്. അഹങ്കാരികളായ മനുഷ്യന്മാരെ അവരെ നരകത്തിലിട്ട് അള്ളാഹ് പറയുന്ന രംഗത്ത്, ഉദ്ഖുലൂ അബ്വാബ ജഹന്നം ഖാലിദീന ഫീഹാ ഫബിഇസ മത്വൽ മുതകബ്ബിരീൻ. അതിൽ നരകത്തിൽ നിങ്ങൾ പ്രവേശിച്ചോളൂ, നരകത്തിന്റെ വാതിലൂടെ കടന്നോളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശേഷമുള്ള പറയുന്നത് ഫബിഇസ മത്വൽ മുതകബ്ബിരീൻ, മുതകബ്ബിരീങ്ങളായ അഹങ്കാരികളായ ആളുകളുടെ സങ്കേതം എത്ര മോശം എന്നുള്ളാഹു തആല പറയാണ്. അതുകൊണ്ട് ബഹുമാന്യ വിശ്വാസികളെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കുന്ന ഒരു അനുഗ്രഹം അത് കിട്ടും. അല്ലെങ്കിൽ ആരോഗ്യ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടത് വേറെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളെ നിങ്ങൾ കേൾക്കാൻ അറിയണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്, എന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ പോകുന്നതുകൊണ്ടാണ്, ഞാൻ അതിന് വേണ്ട മറ്റു സംഗതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാണ്, അതെനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ആകരുത്. അത് നമ്മൾ ചില കാരണങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് വേണ്ടേ? അൽഹംദുലില്ലാ. ഒരു ജോലി, ഒരു കച്ചവടക്കാരൻ നല്ല അപ്രതീക്ഷിതമായ ഒരു കച്ചവടം, ഒരു സാമ്പത്തിക ഗുണം ലഭിച്ചു, ഒരു ജോലി, ഒരു ഉദ്യോഗസ്ഥൻ ഒരു നല്ല പ്രമോഷൻ ലഭിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ എന്റെ യോഗ്യത കൊണ്ട് എനിക്കത് കിട്ടേണ്ടതല്ലേ? ഓക്കെ, നമ്മള് അതിന്റെ കാരണങ്ങളിൽ നമ്മൾ എത്തി. അള്ളാഹുവിന്റെ തൗഫീഖിന്റെ പുറമെ വേണ്ടേ? തട്ടിപ്പോകാമായിരുന്നല്ലോ ഇത്. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞോട് പറയാ എന്നല്ലാതെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് അഹങ്കാരത്തിലേക്ക് എത്തിച്ചാൽ അത് വലിയ നന്ദികേടാണ്. ഓർക്കണം, അത് വലിയ നന്ദികേടാണ്. അല്ലാഹു തആല പറയുന്നുണ്ട് അഹങ്കാരത്തെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിൽ 37-ാമത്തെ ആയത്ത്. നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ വലാ തംശി ഫിൽ അർളി മർഹാ. മർഹ എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരത്തോടെ നീ ഭൂമിയിൽ നടക്കരുത്, അഹങ്കരിച്ചോട് നടക്കരുത്. നീ എത്ര അഹങ്കരിച്ച് ആഞ്ഞ് നിന്റെ കാൽപാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ ചവിട്ടിയാലും ഇന്നക ലൻ തഖ്രിഖൽ അർദ്, നീ ഭൂമി പിളർത്താൻ നിന്റെ കാൽപാദങ്ങൾ കൊണ്ട് എത്ര ആഞ്ഞ് ചവിട്ടിയാലും സാധ്യമല്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല, നീ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണുന്ന പർവ്വതങ്ങളില്ലേ, മലകളില്ലേ, നീ എത്ര തല ഉയർത്തി ഗമയിൽ നടന്നാലും ആ മലയുടെ അത്ര നിന്റെ തല എത്തുകയില്ല. നീ നിസ്സാരനാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാന്യ വിശ്വാസികളെ, അല്ലാഹ് തരുന്ന അനുഗ്രഹങ്ങള് കുറെ ഉള്ളവരാ നമ്മള്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാൻ ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു മാർഗം പഠിപ്പിച്ചു തന്നിട്ട്. എന്താണെന്നറിയോ? നമ്മളെക്കാൾ താഴെ വിലക്ക് നോക്കിയാൽ മതി. നമ്മുടെ പ്രയാസം ഒക്കെ ആയിരിക്കും അവിടെ മനസ്സിലുണ്ടാവുക.
അതിന്മ നിൽക്കാതെ നമ്മൾ അത്ര ഇല്ലാത്ത, അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഇങ്ങോട്ട് ജുമയ്ക്കെത്തിയില്ലേ? ചില്ലറ ചെറിയ എന്തെങ്കിലും ശാരീരിക അസുഖങ്ങൾ, ചില മുട്ടുവേദനകൾ, ബാക്ക് പെയിന്, അങ്ങനെ തുടങ്ങി ചില അസുഖങ്ങളൊക്കെ അവരുണ്ടാവും. അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാലും ഇവിടെ എത്തിയില്ലേ? നമ്മൾ കിടപ്പിലല്ലല്ലോ. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു വണ്ടി, നമ്മൾ ഈ ട്രാഫിക് റൂൾസും അതിന്റെ ഈ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട നിയമമൊക്കെ ശ്രദ്ധിച്ച് പോയാലും അശ്രദ്ധയിൽ വരുന്ന വാഹനം വന്ന് ഇടിക്കാലോ, ബോധമില്ലാതെ കിടക്കാലോ, അല്ലെങ്കിൽ നട്ടലിന് ക്ഷതമേറ്റ് കിടക്കാമായിരുന്നല്ലോ. അതുണ്ടായില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ വന്നാണ്ട് എത്ര അനുഗ്രഹം. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയ സമയത്തും അങ്ങനെ കിടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ നമ്മളെക്കാൾ താഴ്ന്നവലേക്ക് നോക്കിയാല് നമ്മുടെ മുട്ടുവേദന ഒന്നുമല്ല, നമ്മുടെ ബാക്ക് പെയിൻ ഒന്നുമല്ല, ആ ഒരു തലവേദന ഒന്നുമല്ല, അല്ലെങ്കിൽ ആ ചില അസ്വസ്ഥത ഉണ്ടല്ലോ, ഒന്നുമല്ല എന്ന് ബോധ്യമാകും. അപ്പൊ നമ്മൾ ആ നന്മക്കും അള്ളാഹ്ക്കും കൂടുതൽ ശുക്ർ ചെയ്യും. അഹങ്കാരം വരൂല നമ്മുടെ മനസ്സിൽ, അഹങ്കാരം വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ ഇതിന്റെ മറ്റൊരു വശമാണ്, ജീവിതത്തിൽ സങ്കടപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ നിരാശ ഉണ്ടായാൽ, മറിച്ച് അതിന് രക്ഷപ്പെടാൻ വേണ്ട ദുന്യവിയായി കാര്യം ചെയ്യണം. അതിന്റെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിരാശ ഉണ്ടാകരുത്. അള്ളാഹു അതിലെന്തോരു ഹൈറ് കണ്ടിട്ടുണ്ടാവും, നമുക്കറിയില്ല. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തി നോക്കും. ഞാൻ കാണാത്തൊരു ഹൈറ്, എനിക്കറിയാത്തൊരു ഹൈറ് അള്ളാഹു അതിൽ കണ്ടിട്ടുണ്ടാവും എന്നൊരു പോയിന്റിലേക്ക് എത്താം. അല്ല നിരാശ ഉണ്ടാകരുത്. നമ്മൾ നോക്കും, മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ മക്കളെ കാണാതായി വല്ലാതെ വിഷമിച്ചു. ഒരു പിതാവ് എന്നുള്ളവർക്ക് തന്നെ അദ്ദേഹം വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നിരാശയില്ല. മക്കളോട് അന്വേഷിക്കാൻ വേണ്ടി പറയുന്ന ഘട്ടത്തിൽ പറയുന്ന സംഗതി, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നന്ദികേട് കാണിക്കുന്ന, അതുപോലെ നിഷേധികളായ ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നിരാശ കാണിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാചകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ അതിന് രക്ഷപ്പെടാൻ വേണ്ട കാര്യം ചെയ്യുക, ഒപ്പം സബ്ർ അത് ചെയ്യുക. നോക്കൂ, നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം സന്താനമില്ലാതെ കുറെ കാലം പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാണല്ലോ. കുറെ കാലം മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട് അങ്ങനെ ജീവിച്ച ഒരു ദുഃഖം അനുഭവിച്ച് ജീവിച്ച പ്രവാചകനാണ്. ഒരു സന്തതി ഉണ്ടാകണമെന്ന് ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നിരാശ ഉണ്ടായില്ല. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായ സന്താനത്തെ നീ എനിക്ക് തരണേ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഇതേപോലെ സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രവാചകനാണ്. ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വശ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ കാണാം, അല്ലാഹുവേ വാർദ്ധക്യത്തിലാണ്, എല്ലൊക്കെ ദുർബലമായിട്ടുണ്ട്, തലയൊക്കെ നരകൊണ്ട് തിളങ്ങുകയാണ് റബ്ബേ. ഇങ്ങനൊക്കെ ആണെങ്കിലും വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, റബ്ബേ നിന്നോട് ദുആ ചെയ്തത് ഞാൻ ശഖിയല്ല, ദൗർഭാഗ്യമല്ല, നിരാശ എനിക്കില്ല. അല്ലാഹ് ഈ ഒരു സ്റ്റാൻഡായിരിക്കും നമുക്കുണ്ടാകും. ഈ ഒരു സ്റ്റാൻഡായിരിക്കും. ആ രണ്ട് നിയമർക്ക് അള്ളാഹു കുട്ടികളെ കൊടുത്തു. ഇനി കൊടുത്തില്ലെങ്കിലും അള്ളാഹുള്ള സമീപമുണ്ട്. എന്താ റബ്ബ് എന്നോട് ഇങ്ങനെ, അതുണ്ടാകരുത്. പരാതി ആ നിലക്ക്, എന്താ റബ്ബ് എന്നോട് ഇങ്ങനെ, അതുണ്ടാകരുത്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതം പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, അവിടത്തേക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ, ഒരു നല്ല കാര്യം എന്തെങ്കിലും ഉണ്ടായാൽ അവിടുന്ന് ചെയ്യുന്നതോ, അവിടുന്ന് സുജൂദിലങ്ങ് വീഴും. ഇദാ ജാഅഹു അംറു സുറൂർ ഔ ബുശ്ശിറ ബിഹി ഖറ സാജിദൻ ശാകിറൻ ലില്ലാഹ്. ഒരു നല്ല സംഭവം, നല്ലൊരു വാർത്ത കിട്ടിയാൽ,
നല്ലൊരു എന്തോ ഒരു നന്മ കൊണ്ട് അറിയിക്കപ്പെട്ടാൽ റസൂലുള്ളാഹി ചെയ്യും, ശുക്റിന്റെ സുജൂദ് ചെയ്യും. അപ്പൊ ഈ രണ്ട് നിലപാട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ മനുഷ്യരാണ്, ഓരോ ദിവസവും വ്യത്യസ്ത കാര്യങ്ങളിലൂടെ പോകുന്നവരാണ്. സാമ്പത്തിക രംഗം, ആരോഗ്യരംഗം, കുടുംബരംഗം, മറ്റു പലതും. ഏത് രംഗമാണെങ്കിലും നമുക്ക് സുഖവും മനസ്സിന് ആനന്ദം ഉണ്ടാക്കുന്നതാണോ? അൽഹംദുലില്ലാഹ്, ഇത് വേണമെങ്കിൽ അള്ളാഹ് എടുത്ത് മാറ്റാം. നമ്മൾ ഇന്നിപ്പോ ജുമഅ കഴിഞ്ഞ ഒരു ഭക്ഷണം കഴിക്കാൻ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിയാനുള്ള സംവിധാനം നമ്മുടെ നാവിൽ അള്ളാഹ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം നമ്മുടെ കൈകൊണ്ട് കഴിക്കാനുള്ള ആവത് ഹെൽപ്പ് അള്ളാഹ് തന്നിട്ടുണ്ട്. ഇതില്ലാത്തവരുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രയാസങ്ങൾ ഉണ്ടാവുകയാണോ? സബർ അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കുക. അതിന് രക്ഷപ്പെടാൻ വേണ്ട ദുന്യവിയായ കാര്യം ചെയ്യുക, അള്ളാഹു ദുആ ചെയ്യുക, സബർ അവലംബിക്കുക. ഈ ഒരു സ്റ്റാൻഡായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. വിശ്വാസികൾക്ക് ആ സ്റ്റാൻഡ് ലഭിക്കൂ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അജബൽ ലി അംറിൽ മുഅ്മിൻ. നാം എത്രയോ കേട്ട ഹദീസ്, അജബൽ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. എല്ലാം എന്തുണ്ടായാലും ഖൈർ. വേദന ഉണ്ടായാൽ അത് ഖൈർ, സുഖമുണ്ടായാൽ അത് ഖൈർ. റസൂലുള്ളാഹി പറഞ്ഞു, നല്ല സന്തോഷകരമായ കാര്യങ്ങൾ ആ മനുഷ്യനുണ്ടായാൽ അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അപ്പൊ അത് ഖൈറാവും. പ്രയാസകരമായ കാര്യങ്ങൾ ഉണ്ടായാലോ സബ്ര അവലംബിക്കും. അപ്പൊ എന്തോ അത് ഖൈറാണ്. എന്ത് വന്നാലും ഖൈർ, അല്ലാത്ത അത്ഭുതമല്ലേ അത്. ഈ ഒരു സ്റ്റാൻഡിലേക്ക് നാം എത്തണം. ആ ഒരു വിശ്വാസപരമായ ആ ഒരു യഥാർത്ഥ ബാലൻസിങ്ങിന്റെ, തളർന്നു പോകരുത്, അഹങ്കാരം ഉണ്ടാവരുത്. ആ ഒരു ബാലൻസ്, വിശ്വാസം നിലനിർത്തിക്കൊള്ള ജീവിതം നാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، أيها الناس أوصيكم ثانيا بتقوى الله. വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം സന്താനമില്ലാതെ വിഷമിച്ചു, നാം മനസ്സിലാക്കി. ആ സമയത്ത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായി സന്താനത്തെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. കൂട്ടത്തിൽ മനസ്സിലാക്കുക, അള്ളാഹുവോട് മാത്രമാണ് അദ്ദേഹം ദുആ ചെയ്തത്. നമ്മുടെ നാട്ടിലെങ്ങാനും സന്താനമില്ല എന്നാലോചിച്ച് വിവാഹം കഴിഞ്ഞ് 5, 8, 10 കൊല്ലം കഴിഞ്ഞ് മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു സ്വാലിഹീങ്ങളായി മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്തരം ചില മനുഷ്യന്മാർ എത്തുന്നത് ചില മഖാമുകളിൽ, ദർഗകളിൽ ഒക്കെയാണ്. ഇനി മഖാമില് ജാറങ്ങളിൽ എത്തിയില്ലെങ്കിലും അതിലൊക്കെ അത്തരം ചില മഖാമുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആൾക്കാരോട് ഇസ്തിഗാസ ചെയ്യാൻ, ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ. ആ മനുഷ്യൻ തൊട്ടു മുമ്പത്തെ നിസ്കാരത്തെ പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നുട്ടോ. ഈ വിഷയത്തിൽ സഹായം തേടിയതോ മുഹീദ്ദീൻ ഷെയ്ഖിനോടാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, ബദർ ശുഹദാക്കളോടാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിങ്ങനെ അറിയപ്പെടുന്നതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറെ മഖാമിലൊക്കെ അന്ത്യവിശ്വാസം കൊള്ളുന്ന ആൾക്കാരോടാണ്. അവിടെ ചെന്നിട്ടോ ചെല്ലാതെയോ ഷിർക്കാണ്. ആ മനുഷ്യന്റെ മുഴുവൻ അമലും, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, സക്കാത്ത്, സ്വതക്ക, എന്തൊക്കെയുണ്ടോ, സ്വലാത്ത്, ദിക്ർ എന്തൊക്കെയുണ്ടോ, ഖുർആൻ പാരായണം തുടങ്ങി എന്തൊക്കെയുണ്ടോ എല്ലാം നഷ്ടപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ. നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്കും കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകളെല്ലാം ഒളിഞ്ഞു പോകും, നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകും എന്ന്. അതുകൊണ്ട് ശിർക്ക് ഉണ്ടാകരുത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമോ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമോ അവർ രണ്ടുപേരും കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെട്ട ആ സമയത്ത് നോഹ് നബിയെ സഹായിക്കണം ചോദിച്ചിട്ടില്ല. ഇസ്തിഗാസ, സഹായതേട്ടം, പ്രാർത്ഥന എന്ത് പേരിട്ടാലും നടത്തിയിട്ടില്ല. ആദം നബിയെ സന്താനത്തെ തരണേന്ന് പറഞ്ഞിട്ടില്ല. ഹവ്വ ബീവിയെ എന്ന ഒന്നാമത്തെ ബീവിയോട് പറഞ്ഞിട്ടില്ല. ആ ഭാഗം ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. ശരി പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സന്താനമുണ്ടായപ്പോ നടത്തുന്ന ഒരു ഹംദും ശുക്റുമുണ്ട്. അല്ലാഹ് പറയുന്നുണ്ടത് സൂറത്ത് ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹ് الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء.
അത്രയും കാലം കുട്ടി ഉണ്ടാവാൻ വേണ്ടി അദ്ദേഹം ദുആ ചെയ്തു. അങ്ങനെ വാർദ്ധക്യത്തിൽ കുട്ടിയെ കൊടുത്തു, മക്കളെ കൊടുത്തു അല്ലാഹ്. ഇസ്മായിൽ ഇസ്ഹാഖ് അലൈഹിസ്സലാം അവരെ കൊടുത്തു അല്ലാഹ്. അപ്പൊ അള്ളാനെ മറന്നീല അദ്ദേഹം, അള്ളാനെ മറന്നീല അദ്ദേഹം. അതല്ല പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ ഹംദാൻ. അദ്ദേഹം പറയാണ് അല്ലാഹുവിന് സർവസ്തുതിയും. അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്, ഈ വാർദ്ധക്യത്തിന്റെ സമയത്ത് ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും സന്തതികളായി എനിക്ക് തന്ന അല്ലാഹുവിന് സർവസ്തുതിയും. എന്റെ റബ്ബ് പ്രാർത്ഥന കേട്ടുത്തരം ചെയ്യുന്നവനാണ്. ഈ ഒരു നിലപാടായിരിക്കണം നമുക്കുണ്ടാകും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സന്തോഷകരമായ കാര്യം ഉണ്ടാവുകയും ചെയ്തു, ശുക്രിന്റെ സുജൂദ് ചെയ്തു. അതുപോലെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നാൽ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടായപ്പോഴോ സബ്റാണ് റസൂൽ നടത്തിയത്. നോക്കൂ, ഒറ്റ സംഭവം, ധാരാളമുണ്ട്. ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലെ മരിച്ചല്ലോ. ചില ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അത്തരത്തിൽ ചില മരണങ്ങളോ രോഗങ്ങളോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ ഈ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാകും. പരീക്ഷിക്കപ്പെട്ട ചെല്ലിങ്ങനെ, എന്താണ് എന്റെ അവസ്ഥ, എന്നോട് എന്താ അല്ല ഇങ്ങനെ ഒന്ന് അറിയിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം പരിശോധിച്ച എത്ര പരീക്ഷണാണ്. ഈ ഭാഗം മാത്രം പരിശോധിച്ച് നോക്കൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികൾ, ആൺകുട്ടികൾ ചെറുപ്രായത്തിൽ മരിച്ചുപോയി. അതിൽ ഇബ്രാഹിം എന്ന കുഞ്ഞ് മരിക്കുന്ന രംഗമുണ്ട്. ആ കുഞ്ഞിനെങ്ങനെ മടി വെച്ചേക്കാർ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മോനെ ഇബ്രാഹിം, ഇന്നാ ബിഫിറാഖിക ലമഹ്സൂനുന യാ ഇബ്രാഹിം, മോനെ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്, ഞങ്ങളുടെ മനസ്സ് സങ്കടത്തിലാണ് മോനെ. സങ്കടം ഉണ്ടാവും, സ്വാഭാവികല്ലേ, പിതാവല്ലേ, അതുണ്ടാവും. അവിടുത്തെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരികയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ആ സ്വഹാബി ചോദിച്ചു, റസൂലേ വ അൻത യാ റസൂലല്ലാഹ്, അറിയുള്ളൂ, വ അൻത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങളും. ബാക്കി എന്താ അതിന്റെ അർത്ഥത്തിലുള്ളൂ, വ അൻത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങളും കരയാണോ, നിങ്ങളും കരയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്ന ഔഫ്, അബ്ദുറഹ്മാൻ യബ്ന ഔഫ്, ഇന്നഹാ റഹ്മ, ഈ കണ്ണീര് അള്ളാഹു എന്റെ മനസ്സിലിട്ട് തന്നിട്ടുള്ള റഹ്മത്താണ്, കാരുണ്യത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ സ്റ്റാൻഡ്, വിശ്വാസികളെ നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ പോളിസി, നമ്മുടെ നിലപാട് ഇതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ ഐന തദ്മ, ഇന്നൽ ഐന തദ്മ, കണ്ണ് കണ്ണീർ പൊഴിക്കും, വൽ ഖൽബ യഹ്സൻ, മനസ്സ് ദുഃഖിക്കും, പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാത്ത ഒന്നും നാം പറയില്ല. ഇതാണ് നമ്മുടെ നിലപാട്. അതായത് മനസ്സിലേറെ വിഷമമുണ്ട്, എന്നാൽ റബ്ബ് തൃപ്തിപ്പെടാത്തൊരു വാക്ക് പറയൂല. കരയുന്നുണ്ട്, കണ്ണിന്ന് കണ്ണീര് വരുന്നുണ്ട്. ഒരു പക്ഷെ വീട്ടുകാരെയോ മറ്റൊന്നും അറിയിക്കാതെ ഒറ്റക്കിരുന്ന് കരയുന്നുണ്ടാകാം, സങ്കടം കൊണ്ട്, വേദന കൊണ്ട്, വിഷമം കൊണ്ട്, പ്രയാസം കൊണ്ട് ആണെങ്കിലും, ആ സങ്കടം മനം നിറയെ ഉണ്ടെങ്കിലും അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാൻ പറയില്ല. വിശ്വാസികളെ, ഈ വിശുദ്ധ ജുമയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ, ഇങ്ങോട്ട് നിന്ന് ഈ ജുമയ്ക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ നിലപാട് ഇത് തന്നെയാണ്. ഒന്ന് ഊട്ടിയുറപ്പിക്കുക. എന്ത് സങ്കടമുണ്ടായാലും, വിഷമമുണ്ടായാലും, പ്രയാസമുണ്ടായാലും അതിന് രക്ഷപ്പെടാൻ വേണ്ട ദുന്യവിയായ കാര്യം, രോഗമാണോ ട്രീറ്റ്മെന്റ് പോലെ ദുന്യവിയായ കാര്യം നമ്മൾ ചെയ്യുക. അതിന് മോക്ഷത്തിന് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുക. ഒപ്പം സ്വബറുണ്ടാകണം, ക്ഷമയുണ്ടാകണം. ഈമാനികമായ ഒരു ആവേശത്താലുള്ള ബാലൻസിങ് അതുണ്ടാകണം നമുക്ക്. അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർക്കുക, ഈ ആശയം നാം ഓർത്തു വെക്കുക. കണ്ണീർ പൊഴിച്ചേക്കും, മനസ്സ് വേദനിച്ചേക്കും, പക്ഷേ നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാത്ത ഒന്നും നാം പറയില്ല. നമ്മുടെ നിലപാട് അതാണ്, നമ്മുടെ പോളിസി അതാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ ദോഷങ്ങൾ, തിന്മകൾ അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്,
ഈ പ്രദേശത്തെ ലഹരിക്കെതിരെ ഒരു ഒരുമ എന്നൊരു കൂട്ടായ്മ നാളെ ഉച്ചയ്ക്ക് 2:30 ഇല ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സും പ്രോഗ്രാമും ശേഷം വേറെയും ചില ആ നിലക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുന്നത് നമുക്കറിയാം, ഉപയോഗിക്കുന്ന ആളുകൾ പോലും അറിയാതെ വല്ലാതെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത്, മക്കൾക്കെങ്ങാനും അങ്ങനെ വല്ല ലഹരി ഉപയോഗങ്ങളുണ്ടെങ്കിൽ ആ നാട്ടില് ഏറ്റവും ആ വിവരം അവസാനം അറിയുന്ന ആള് ആ കുട്ടിൻ്റെ അമ്മി വാപ്പിയായിരിക്കും. നാട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അവസാനം അറിയില്ല ഈ കുട്ടിൻ്റെ അമ്മി വാപ്പിയായിരിക്കും. ഓർക്കുക, വല്ലാത്ത ഒരു അവസ്ഥയാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത്തരം സംരംഭങ്ങളുമായിട്ട് സഹകരിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രയാസം, ലഹരി അതില്ലാതാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പം നാളെ നടക്കുന്ന പ്രോഗ്രാമിൽ സാധ്യമാകുന്ന ആളുകൾ പങ്കെടുക്കണം എന്ന് ഉണർത്തുകയാണ്. അതുപോലെ മറ്റന്നാൾ ഞായറാഴ്ച കാഞ്ഞങ്ങാട് വെച്ച് നമ്മുടെ ISMന്റെ വെളിച്ചം സംസ്ഥാന സംഗമം പ്രോഗ്രാം നടക്കുകയാണ്. സാധ്യമാകുന്ന ആളുകൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പല ആളുകളുണ്ട്. അല്ലാഹു തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയ അവസ്ഥയിലും പലയിടത്തും വീടുകളിൽ, ഹോസ്പിറ്റലുകളിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുമായി ബന്ധമുള്ള കുറേ ആളുകൾ അല്ലാത്തവർ പ്രയാസത്തിലാണ്, രോഗത്തിലാണ്. അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് കുറച്ച് മാരകമായ രോഗം പിടിപെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ഒരു കുട്ടിയുടെ വിവരം ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു, വല്ലാത്ത അവസ്ഥ. 13 വയസ്സെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രായമാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രാർത്ഥന തന്നെ. അതിനും വലിയ ആയുധം മറ്റൊന്നുമില്ല. അർഹമുർ റഹീമിനായ അല്ലാഹ്, ആ കുട്ടിക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. ആ കുട്ടിക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ, ബന്ധത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങളും വിഷമങ്ങളും ഉള്ളവരുണ്ടാകാം. അർഹമുർ റഹീമിനായ അല്ലാഹ് ഒരു പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ശിഫയും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ നിന്ന് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത വേദനയുടെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റഹ്മാൻ റഹീമായ അല്ലാഹ് അവർക്ക് ശാശ്വതമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല വിഷയങ്ങൾക്കും വേണ്ടി കുറേ നമ്മൾ ദുആ ചെയ്യുന്നുണ്ടാവും, ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ടാകാം. അർഹമുർ റഹീമിനായ അല്ലാഹ്, മുജീബു ദുആ ആയ അല്ലാഹ് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ അല്ലാഹു നല്ല രൂപത്തിൽ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ശാക്കിരികളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعاء قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.